അടുത്ത കാലത്ത് എന്ന് പറഞ്ഞാൽ 20-ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലത്ത് നടന്ന ഒരു ഫാത്തിമ അത്ഭുതത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത്. ഫാത്തിമയിൽ അമ്മ 1917 മെയ് 13 മുതൽ ഒക്ടോബർ 13 വരെയാണ് പ്രത്യക്ഷപ്പെട്ടതെന്ന് നിങ്ങൾക്കറിയാം. അന്ന് അമ്മ പറഞ്ഞു, ലോകത്തെ അമ്മയുടെ വിമല ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കണം, റഷ്യ അമ്മയുടെ വിമല ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കണം. ലൂസി, ഫ്രാൻസിസ്, ജസീന്ത എന്നീ 3 കുട്ടികളോട് പറഞ്ഞൊന്നും ഗൗരവമായിട്ടൊന്നും ആരും എടുത്തില്ല. പക്ഷെ ലൂസിയുടെ വലിയ അഭ്യർത്ഥന മാനിച്ച്, അല്ലെങ്കിൽ ആ സമ്മർദ്ദം പാലിച്ച്, പോർച്ചുഗൽ ഗവൺമെന്റ് മാത്രം അമ്മയുടെ വിമല ഹൃദയത്തിന് ആ രാജ്യത്തെ പ്രതിഷ്ഠിച്ചു. പോർച്ചുഗൽ എന്ന് പറയുന്നത് ഫാത്തിമ ഉൾപ്പെടുന്ന രാജ്യമാണ്. 1939 2-ാം ലോകമഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. 2-ാം ലോകമഹായുദ്ധത്തിൽ ആ ലോകമഹായുദ്ധത്തിന് നടുക്ക് കടന്ന ഈ പോർച്ചുഗൽ, നമുക്കറിയാം, പോർച്ചുഗൽ ചുറ്റും ഉള്ള യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം യുദ്ധം നടന്നു. പോർച്ചുഗലിൽ യുദ്ധം ഉണ്ടായില്ല. പോർച്ചുഗൽ യുദ്ധത്തിൽ പങ്കെടുത്തില്ല. അപ്പോൾ അവിടുത്തെ യുദ്ധത്തിൽ പങ്കെടുക്കാത്തത് കൊണ്ടുണ്ടായ എല്ലാ നേട്ടങ്ങളെക്കാളും പ്രധാനം ജീവന് ധന്യം ഉണ്ടായില്ലെന്നുള്ളതാണ്. അവിടുത്തെ സ്ത്രീകളെ സംബന്ധിച്ച് അവരുടെ ഭർത്താക്കന്മാരും മക്കളും ഒന്നും യുദ്ധത്തിൽ കൊല്ലപ്പെട്ടില്ല. അതിന് നന്ദിയായിട്ട് അവര് സ്ത്രീകളുടെ നേതൃത്വത്തിൽ ഫാത്തിമ മാതാവിന്റെ രൂപം ഫാത്തിമയിൽ നിന്ന് അവരുടെ പോർച്ചുഗലിന്റെ തലസ്ഥാനമായ ലിസ്ബണിലേക്ക് ഒരു പ്രദർശനം നടത്തി. ആ പ്രദർശനത്തിന് അവരൊരു തീരുമാനം എടുത്തു, മാതാവിന് ഉപഹാരം കൊടുക്കണം. അതിന് അവര് സ്ത്രീകളോട് സംഭാവന, പണമായിട്ടൊന്നും ചോദിച്ചില്ല, നിങ്ങളുടെ ആഭരണങ്ങൾ സംഭാവന ചെയ്യണം. ഇങ്ങനെ സ്ത്രീകൾ കൊടുത്ത ആഭരണം കൊണ്ട് 2 കിരീടങ്ങൾ ഉണ്ടാക്കാൻ മാത്രമുള്ള ആഭരണങ്ങൾ കിട്ടി. വെള്ളിയിലൊരു കിരീടം, സ്വർണത്തിലൊരു കിരീടം. ഈ സ്വർണത്തിലുള്ള കിരീടത്തിൽ പതിപ്പിക്കാൻ വേണ്ടിയിട്ട് ഏതാണ്ട് 2992 വിലപിടിപ്പുള്ള കല്ലുകൾ, അതായത് വജ്രം, മരതകം, വൈഡൂര്യം, മാണിക്യം, ഇങ്ങനെയുള്ള കല്ലുകൾ കിട്ടി. അത് ഒരു വിദഗ്ധരായ ശില്പികൾ, കാസ ലൈത്തോ ആൻഡ് ഇർമാവോ എന്ന് പറയുന്ന ഒരു ഈ നിർമ്മാണ കമ്പനിയെ അവരേൽപ്പിച്ചു. 10 സ്വർണ്ണപ്പണിക്കാർ 3 മാസം തുടർച്ചയായിട്ട് ജോലി ചെയ്താണ് ഈ കിരീടം നിർമ്മിച്ചത്. അത് 1946 മെയ് 13 12-ാം പീയൂസ് മാർപ്പാപ്പയുടെ പ്രതിനിധിയായി വന്ന കർദിനാൾ അലോസി മെസല്ല മാതാവിന്റെ ശിരസിൽ സമർപ്പിച്ചു. അക്കാലത്തൊക്കെ, പഴയ കാലത്ത് പ്രത്യേകിച്ചും, മാർപ്പാപ്പമാർ ഒരു പ്രതിമയെ കിരീടം ധരിപ്പിക്കുമ്പോൾ ആ പ്രത്യക്ഷപ്പെടലിനുള്ള ഒരു അംഗീകാരമായും ആ വിശ്വാസത്തിനുള്ള ഒരു അംഗീകാരമായും കണക്കാക്കപ്പെട്ടിരുന്നു. ഇപ്പം അങ്ങനെയുള്ളത് നമ്മൾ അങ്ങനെ പ്രത്യേകിച്ച് കാണാറില്ല. ഇപ്പോഴും പക്ഷെ അത് നിർത്തിയതായിട്ട് എനിക്കറിയില്ല. ഏതായാലും ഇങ്ങനെ ഈ കിരീടം സമർപ്പിച്ചു. ഈ 2 കിരീടം, അതിലെ ഈ സ്വർണ്ണ കിരീടം, അതായത് ഈ 1992 അതിവിശിഷ്ടമായ കല്ലുകൾ പതിച്ച കിരീടം വളരെ അപൂർവമായിട്ട് മാത്രമേ ചാർത്താറുള്ളൂ. സാധാരണ മറ്റു കിരീടമാണ് ചാർത്തുന്നത്. ഇതിന്റെ അത്ഭുതം എന്ന് പറയുന്നത് 1981 മെയ് 13 ജോൺ പോൾ 2 മാർപ്പാപ്പയ്ക്ക് വത്തിക്കാനിൽ വെച്ച് വെടിയേറ്റു. ആ സംഭവം എല്ലാം നമുക്കറിയാം. ആ വെടിവയ്പ്പിൽ നിന്ന് മാർപ്പാപ്പ രക്ഷപ്പെട്ടു. അങ്ങനെയാണ് ഫാത്തിമ രഹസ്യം തന്നെ ലോകത്തിന് വീണ്ടും അത് പരസ്യമാകുന്നതിനൊക്കെയുള്ള ഒരു വലിയ സംഭവം നടന്നത് അങ്ങനെയാണ്. ഇങ്ങനെ മാർപ്പാപ്പ ഇതിൽ നിന്ന് രക്ഷപ്പെട്ടു കഴിഞ്ഞപ്പോൾ മറിയത്തെ വിമല ഹൃദയത്തിന് ലോകത്തെ പ്രതിഷ്ഠിക്കാൻ 1985 മാർച്ച് 25 മാർച്ച് 25 നിങ്ങൾക്കറിയാം, മാതാവിന്റെ മംഗലവാർത്ത തിരുനാളാണ്. അന്ന് വത്തിക്കാനിലേക്ക് ഫാത്തിമയിൽ നിന്ന് ഈ തിരുസ്വരൂപം ചെല്ലണം എന്നൊരു അഭ്യർത്ഥന മാർപ്പാപ്പ നടത്തി. സാധാരണ ഫാത്തിമയിൽ നിന്ന് മാതാവിന്റെ രൂപം പുറത്തേക്ക് കൊണ്ടുപോകാറില്ലായിരുന്നു. അന്ന് അങ്ങനെ ആ പ്രധാനപ്പെട്ട രൂപം തന്നെ, അതായത് ഈ 2992 കല്ലുകളുള്ള കിരീടം ധരിപ്പിച്ച രൂപം തന്നെ ഫാത്തിമയിൽ നിന്ന്. പിന്നീട് അതിനു മുമ്പ് തന്നെ അമ്മയുടെ ഫാത്തിമ മാതാവിന്റെ രൂപം പ്രദക്ഷിണങ്ങൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു ലോകത്ത്. അത് നമ്മുടെ നാട്ടിലൊക്കെ വന്ന് 50കളിലൊക്കെ വന്നതൊക്കെ നമുക്കറിയാം. ഈ രൂപം അവിടെ കൊണ്ടുവന്ന് അവിടെ പ്രതിഷ്ഠിച്ച് അവിടെ വെച്ച് ആ രൂപത്തിന് മുമ്പേ വെച്ചാണ് മാർപ്പാപ്പ റഷ്യയെ, അമ്മയുടെ ലോകത്തെ മുഴുവൻ അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിച്ചതും റഷ്യയിലുണ്ടായ മാനസാന്തരത്തിന്റെ കഥകളും എല്ലാം നമുക്ക് പിന്നീടുള്ള ചരിത്രമാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഏറ്റവും കൗതുകകരമായ ഒരു സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, മാർപ്പാപ്പ അന്ന് മാർപ്പാപ്പയുടെ ഉദരത്തിൽ നിന്നെടുത്ത ആ വെടിയുണ്ട ഫാത്തിമയിലെ മെത്രാൻ, അദ്ദേഹത്തിന്റെ പേര് ബിഷപ്പ് അമാൽ, അദ്ദേഹത്തിന് നീണ്ട പേരാണ്, എൻ്റെ അവസാനത്തെ വാക്ക് മാത്രമായി പറയുന്നത്, ബിഷപ്പ് അമാൽ, അദ്ദേഹത്തിന് കൈമാറി. അപ്പൊ ഈ വെടിയുണ്ട എവിടെ പ്രതിഷ്ഠിക്കണം, എങ്ങനെ സൂക്ഷിക്കണം എന്നുള്ളതിനെ കുറിച്ച് അദ്ദേഹം ചോദിച്ചു. അദ്ദേഹത്തിന് തോന്നി അമ്മയുടെ കിരീടത്തിൽ തന്നെ ഇത് പ്രതിഷ്ഠിക്കണം. ആ കാലഘട്ടത്തിൽ ഏറ്റവും നല്ല ശില്പി, അദ്ദേഹത്തിന്റെ പേര് കാസ ഗോമസ് എന്നാണ്, അദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹത്തെ വിളിച്ചിട്ട് കിരീടത്തിന് കേടുപാട് പറ്റാതെ, ഓർക്കണം 2992 കല്ലുകൾ പതിപ്പിച്ചിരിക്കുന്ന ഒരു കിരീടമാണ്. അപ്പൊ എത്ര ഒരു രൂപത്തിന്റെ പ്രതിമയുടെ ശിരസ് വെക്കുന്ന കിരീടമാണ്.
അതിന് ഒരു അപകടം ഉണ്ടാകാതെ വെക്കണം എന്ന് ഇദ്ദേഹം പറഞ്ഞ് ഒരു പശ്ചാത്തലത്തിൽ ഇദ്ദേഹം വന്ന് വളരെ ഈ പ്രതിമ മുഴുവൻ പരിശോധിച്ചപ്പോൾ അതിന്റെ മകുടസന്ധിയിൽ, അതായത് ഈ കിരീടത്തിന്റെ നിങ്ങൾക്കറിയാം ഇങ്ങനെ മുകളില് വരുന്ന ആ ഭാഗത്ത് മകുടസന്ധിയിൽ ഒരു സുഷിരം. ആ വെടിയുണ്ട വെച്ചപ്പോൾ കൃത്യം ആ വെടിയുണ്ടയ്ക്ക് ഇരിക്കാനുള്ള ആ സ്പേസ് ആയിരുന്നത്. ആ വെടിയുണ്ട വെച്ചപ്പോൾ ആ സുഷിരം ഇല്ലാതായി. അപ്പം വിശ്വാസികൾ അത് മനസ്സിലാക്കി എന്താ, 1942 ഈ കിരീടം നിർമ്മിക്കുമ്പോൾ തന്നെ 1981 മാർപ്പാപ്പായ്ക്ക് വെടിയേക്കുമെന്നും അദ്ദേഹം ആ കിരീടത്തിലെ അദ്ദേഹത്തിന്റെ പതിച്ച വെടിയുണ്ട അമ്മയുടെ കിരീടത്തിൽ സമർപ്പിക്കുമെന്നും അമ്മ മുൻകൂട്ടി കണ്ടിരുന്നു. അല്ലെങ്കിൽ സ്വർഗത്തിനറിയാം അതൊക്കെ. കാരണം അവർക്ക് സ്വർഗത്തിൽ ഇന്നലെയും ഇന്നും നാളെയും ഒന്നുമില്ലല്ലോ, എന്നും ഇന്നാണ്. എന്നെ ഇതിൽ ഏറ്റവും സ്പർശിച്ചത് 2010 മെയ് 10 മുതൽ 13 വരെ ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ ഫാത്തിമ സന്ദർശിച്ചപ്പോൾ ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ അമ്മയുടെ രൂപത്തിന് മുമ്പിൽ നിന്ന് നടത്തിയ ഒരു പ്രാർത്ഥനയുണ്ട്. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ സ്വപ്നങ്ങളുടെയും ഞങ്ങളുടെ സന്തോഷങ്ങളുടെയും സ്വർണവും വജ്രവും മരതകവും മാത്രമല്ല, ഞങ്ങളുടെ കണ്ണീരിന്റെയും ഞങ്ങളുടെ വേദനയുടെയും വെടിയുണ്ടയും അമ്മയുടെ കിരീടത്തിൽ സമർപ്പിച്ചിട്ടുണ്ടെന്ന് അമ്മ ഓർക്കണമേ. അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. മാർപ്പാപ്പയുടെ ആ പ്രാർത്ഥന വളരെ ഹൃദയസ്പർശിയായി. ഞങ്ങളുടെ സ്വപ്നങ്ങളുടെയും സന്തോഷങ്ങളുടെയും വജ്രവും വൈഡൂര്യവും മാത്രമല്ല, ഞങ്ങളുടെ വേദനകളുടെയും സങ്കടങ്ങളുടെയും വെടിയുണ്ടയും പേറിയാണ് അമ്മ നിൽക്കുന്നത്. ഹല്ലേലൂയ.